MLA ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് 2 വർഷമായി നമ്മൾ ഏതാണ്ട് 1100-ലേറെ വനിതകൾക്ക്, അതുപോലെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യങ്ങൾ നൽകി വരികയാണ്. നമ്മുടെ പെരിന്തൽമണ്ണയിലെ 8 ഹോസ്പിറ്റലുകൾ ചേർന്നാണ് ആ പ്രോജക്റ്റിന് പിന്തുണ നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ, പരിരക്ഷാ വളണ്ടിയർമാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ആംബുലൻസ് ഡ്രൈവർമാർ, ട്രോമ കെയർ വളണ്ടിയർമാർ, ഇങ്ങനെ ഇപ്പോൾ ഓൾറെഡി 7 കാറ്റഗറിയിലായിട്ട് 1100ഓളം ആളുകൾക്കാണ് നമ്മൾ ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യം നൽകുന്നത്. മാത്രമല്ല, ഇവർക്ക് ഹെൽത്ത് കാർഡിനോടൊപ്പം ഈ ഹോസ്പിറ്റലുകൾ സൗജന്യമായി നൽകുന്ന സ്പെഷ്യൽ പരിഗണനയോടൊപ്പം നമ്മളൊരു ആക്സിഡന്റ് ഇൻഷുറൻസ് കൂടെ അവർക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. ഈ ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യം ഇനി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് കൂടി ഏർപ്പെടുത്തുകയാണ്. ഏതാണ്ട് 1500-ലേറെ ഓട്ടോ ഡ്രൈവർമാർ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഒരു ധാരണയുള്ളത്. ഈ മുഴുവൻ ഓട്ടോ ഡ്രൈവർമാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, യഥാർത്ഥത്തിൽ ലൈസൻസ് അവർക്ക് നൽകിയ ടാക്സി ഡ്രൈവേഴ്സ് എന്നുള്ള നിലക്കാണ്. നമ്മൾ ഓട്ടോ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് ആയി മനസ്സിലാവുക എന്നുള്ളത് കൊണ്ടാണ് ഓട്ടോ ഡ്രൈവർമാർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാവുക. ഇത് വ്യക്തിഗതമായിട്ടുള്ള ഇൻഷുറൻസും ഹെൽത്ത് കാർഡുമാണ്, കുടുംബങ്ങൾക്കല്ല, വ്യക്തികൾക്കാണ്. അപ്പോൾ പുതുതായി ഏതാണ്ട് 1500ഓളം ആളുകളിലേക്ക് കൂടി ഈ ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യം ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. ജോലി എന്നത് നമ്മളെ തൊട്ടടുത്ത പ്രദേശത്താണെങ്കിലും അവർക്ക് ആനുകൂല്യം ലഭ്യമാകും. അതുപോലെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ജോലി ചെയ്യുന്ന സ്റ്റാൻഡ് നമ്മുടെ പെരിന്തൽമണ്ണയിലാണെങ്കിൽ അവർക്കും ഈ ആനുകൂല്യം ലഭ്യമാകും. അപ്പൊ ആ നിലയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്ത ഏപ്രിൽ 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം 1-ാം തീയതി മുതൽ ഇവർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന തരത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുക. ഇന്ന് ഇത്രയേറെ കോർപ്പറേറ്റുകൾ ഹോസ്പിറ്റലുകളെ വിഴുങ്ങുന്ന ഒരു കാലത്ത്, നമ്മളുടെ നാട്ടിലെ ഹോസ്പിറ്റൽ സംസ്കാരം തന്നെ മാറുന്ന ഒരു കാലത്തും നമ്മളുടെ നാട്ടിലെ പെരിന്തൽമണ്ണയിലെ ആസ്പത്രികൾ പുലർത്തുന്ന സാമൂഹ്യ പ്രതിബദ്ധത കൂടി ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ കൊടുക്കുന്ന ഈ ആനുകൂല്യം ഏതാണ്ട് 1100-ൽ നിന്ന് ഒരു 3000-ലേക്കോ 2500-ലേക്കോ എത്താൻ പോവാണ്. ഈ 2500 പേർക്കും ആനുകൂല്യങ്ങൾ നൽകാൻ മനസ്സ് കാണിക്കുന്ന പെരിന്തൽമണ്ണയിലെ മുഴുവൻ ആസ്പത്രികളെയും ഞാൻ കാണുന്നത് ഇതൊന്നും സ്വകാര്യ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നതിൽ അപ്പുറത്ത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഹോസ്പിറ്റലുകൾ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് മെഡിക്കൽ രംഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലമാണ്. എല്ലാവർക്കും രോഗവും അതിന്റെ പ്രതിസന്ധിയും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളോട് സഹകരിക്കുന്ന ഹോസ്പിറ്റലുകൾ ഒന്ന് മൗലാന ഹോസ്പിറ്റൽ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, രാംദാസ് ഹോസ്പിറ്റൽ, MES മെഡിക്കൽ കോളേജ്, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, എൻഡോഡയർ ഹോസ്പിറ്റൽ, SNDNT ഹോസ്പിറ്റൽ, ഡോക്ടർ BK's ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയാക് കെയർ ഹോസ്പിറ്റൽ, അങ്ങനെ 8 ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നൽകുന്നത്. അല്ല, അവൾ എത്തിയില്ലേ? ഓൺ ദി വേ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? നറുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.